ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാനിങ്ങനെ ടൗണിലൂടെ പോയപ്പം ലാഭമേള എന്നൊരു സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. എന്നാൽ പിന്നെ ഒന്ന് കയറി കണ്ടു കളയാമല്ലോ എന്ന് കരുതി കയറിയതാണ് കേട്ടോ. നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമല്ലോ എന്നും കരുതി ഒരു വീഡിയോ അങ്ങ് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് മൊത്തം പ്ലാസ്റ്റിക് ആണ് കേട്ടോ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് ലാഭമേളയ്ക്കകത്ത്. സത്യം പറഞ്ഞാൽ ഈ വീടുകളിൽ നിന്നും പ്ലാസ്റ്റിക് മാക്സിമം ഒഴിവാക്കണം എന്ന് പറയുകയും ചെയ്യും. പിന്നെ ലാഭം എന്ന് പറഞ്ഞ് ഇത്രയും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ഒരു ഗുട്ടൻസ് എനിക്കങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാനിങ്ങനെ നടന്നു കുറേ പാത്രങ്ങളൊക്കെ കണ്ടു. പ്ലാസ്റ്റിക്കാണ് എല്ലാം കേട്ടോ. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു വീട്ടിലേക്ക് വേണ്ടുന്ന സകലവിധ സാധനങ്ങളുണ്ട്. പക്ഷേ അതിനകത്ത് എൻ്റെ കണ്ണിൽ പെട്ടതാണ്ട് ഈ ഭരണികളാണ്. ഈ ഭരണികൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവിടെ ഗ്ലാസ് ജാറുകളൊക്കെ ഉണ്ടായിരുന്നു. 100 രൂപ 200 രൂപ ആ ഒരു ലെവലിലൊക്കെ. പിന്നെ താണ്ടി ഭരണികൾ അതിനകത്ത് എടുത്ത് പറയേണ്ട സംഗതിയാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. വലിയ ക്വാളിറ്റി ഇല്ല, എന്നാലും നമ്മൾ ഉപ്പ് പിന്നെ പുളി ഇതൊക്കെ ഇട്ട് വെക്കാൻ, അച്ചാറുകളൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ അത്യാവശ്യം കൊള്ളാം എന്നെനിക്ക് തോന്നി. അടിപൊളി വെറൈറ്റി ഭരണികളായിരുന്നു. നല്ല ചിത്രപ്പണികളൊക്കെ ചെയ്ത തരത്തിലുള്ള നല്ല രസമാണെന്ന് കാണാനായിട്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങോട്ട് വന്നപ്പം നമ്മുടെ ഫ്ലവർ വൈസ് ഉണ്ടായിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളിയായിരുന്നു അതൊക്കെ കാണാനായിട്ട്. 100 രൂപ 200 രൂപ 199 രൂപ അങ്ങനെ ആ ഒരു റേറ്റിനാണ് ഇവിടുത്തെ സാധനങ്ങളെല്ലാം മാക്സിമം ഉള്ളത്. പിന്നെ ദാണ്ട കണ്ടോ, ചെറുതും വലുതുമായ കുറേ പ്ലാസ്റ്റിക് പാട്ടകൾ. ഇതെല്ലാം പ്ലാസ്റ്റിക് പാട്ടകളാണ്. മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോൾ എല്ലാവരും ഗ്ലാസ് ജാറുകളിലേക്ക് പോവുക, അതാണ് ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ നമുക്കിങ്ങോട്ട് വന്നപ്പോൾ കുറേ സ്റ്റീൽ പാത്രങ്ങൾ കാണാനായിട്ടിടയായി. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എന്നാൽ ഒരുപാട് ക്വാളിറ്റി ഇല്ല. ആ ഒരു തരത്തിലായിരുന്നു. കുഴപ്പമില്ല. പിന്നെ എന്താണ് തറ തുടയ്ക്കുന്നത് പാത്രങ്ങൾ, ഗ്ലാസ്സുകൾ, ഭരണികൾ എന്ന് വേണ്ട ഒരു വീട്ടിലേക്കുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഒരു കുടക്കീഴിൽ. പിന്നെ ദോശ ചുടുന്നത്, ചപ്പാത്തി പരത്തുന്നത്, പിന്നെ ഈ ഒരു സംഭവം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നമ്മുടെ ഇടിക്കുന്നത് ഇല്ലേ, നമുക്ക് എന്തെങ്കിലും ഇടിച്ച് ഉപയോഗിക്കണമെങ്കിൽ ഉള്ള ഇടിക്കല്ല്. പിന്നെ ദാണ്ട് ഇതെന്ന് പറയുന്നത്, ഈ കല്ലെന്ന് പറയുന്നത് നമ്മുടെ കാല് തേക്കുന്നതാണ് കേട്ടോ. അത് അടിപൊളിയാണ്. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ചട്ടി, പാത്രം, ഭരണി, പിന്നെ ഇരിക്കാനുള്ള സ്റ്റൂള് ദാണ്ട കണ്ടോ. ചീനിച്ചട്ടിയാണോ ചിലടത്ത് ചീനച്ചട്ടി എന്ന് പറയുമായിരിക്കും, ചിലടത്ത് ചീനിച്ചട്ടി എന്ന് പറയുമായിരിക്കും. പക്ഷെ ഇതിനകത്ത് ഏതാണ് സത്യം എന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ ചിരകകൾ കണ്ടു. ചിരകകൾ വിവിധ ഫാഷനിലുള്ള ചിരകകളായിരുന്നു. പിന്നെ നമ്മുടെ ചൂല് അതെടുത്ത് പറയണം കേട്ടോ. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ല ചൂലായിരുന്നു. പിന്നെ ചവിട്ടികളുണ്ടായിരുന്നു. ചവിട്ടിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ചവിട്ടികൾ ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചില ചവിട്ടികളൊക്കെ പഴയ തുണികളൊക്കെ ഇങ്ങനെ മുറിച്ച് പിരിച്ച് ഒക്കെയാണ് ചവിട്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് പറയുന്നത്, നേരത്തെ ഒരു ലാഭമേള വന്നപ്പം അവർ നമ്മുടെ കയ്യിൽ നിന്ന് പഴയ തുണികളൊക്കെ എടുത്തിട്ട് നമുക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ തരുമായിരുന്നു. അങ്ങനെ ഒരു ടീം വന്നായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. പക്ഷെ ഇവരങ്ങനൊന്നും ചെയ്യണില്ല കേട്ടോ. ഞാൻ പറയുന്നത്, നമ്മുടെ വീട്ടിലൊക്കെ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇട്ട് വെക്കാനായിട്ട് നമ്മൾ പ്ലാസ്റ്റിക് ഡപ്പകൾ വാങ്ങിക്കത്തില്ലേ, അതൊക്കെ ഒഴിവാക്കിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ അല്ലാത്ത ഭരണികൾ കിട്ടും, നല്ല ഗ്ലാസ് ഭരണികൾ. അത് വാങ്ങിച്ച് ഉപയോഗിക്കുന്നതാണ് ഒന്നും കൂടെ നല്ലത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം പ്ലാസ്റ്റിക് നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ ഒഴിവാക്കാനായിട്ട് അങ്ങനെ നമുക്ക് സാധിക്കും കേട്ടോ. കാരണം നമ്മളെല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് ഡപ്പയ്ക്കകത്തല്ലേ ഇട്ട് വെച്ചിരിക്കുന്നത്, സത്യമല്ലേ? മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എന്ന് വേണ്ട ചായപ്പൊടി, അങ്ങനെ എല്ലാ ഐറ്റംസ് അതൊന്നും ഒഴിവാക്കിയാൽ തന്നെ കുറേ പ്ലാസ്റ്റിക് നമ്മളുടെ വീട്ടിൽ നിന്ന് മാറ്റാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളെന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറേശ്ശെ മാറ്റിയാൽ മതിയെന്നേ. കുറേശ്ശെ ഇപ്പം 3 ഗ്ലാസിൻ്റെ ഒരു ജാറ് മേടിച്ചു, അതിനകത്ത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പ മാറ്റി, അങ്ങനെ കുറച്ച് ആകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലാസ്റ്റിക്കുകളെല്ലാം കുറേയൊക്കെ മാറത്തില്ലേ? അങ്ങനെ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ നാളായെന്ന് എനിക്കറിയാം. മടി പിടിച്ചിരിക്കുവാണ് കേട്ടോ. ഞാൻ അതിൻ്റെ കാരണം റീസൺസും ഒക്കെ ഞാൻ പറഞ്ഞൊരു വീഡിയോസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പം കുറേ ട്രേകളൊക്കെ കണ്ടു കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ. അത് അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ളതായിരുന്നു. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ നല്ല ഒരു ഇതാണ്. ഫുഡ് ഐറ്റംസ് അല്ല, അല്ലാത്ത എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ടൊക്കെ ബെസ്റ്റായിട്ടുള്ള കുറേ സംഗതികളൊക്കെ ഞാൻ കണ്ടു. അതൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ കണ്ണാടി, മിറർ, പിന്നെ എന്താ പറയുക, കുറേ കണ്ടോ സീനറികൾ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഒക്കെ, അതൊക്കെ അടിപൊളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. വലിയ ക്വാളിറ്റി ഇല്ല, എന്നാലും അത്യാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനൊക്കെ പറ്റും. അതൊക്കെ അടിപൊളിയായിരുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു.
പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ കണ്ടൊരു സംഗതി എന്ന് പറയുന്നത് ഇരുമ്പാണ്. കുറേ ഇരുമ്പുകളുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് വലുതായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പം തന്നെ അത് തുരുമ്പെടുക്കാൻ തുടങ്ങി ആ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളുടെ ടോയ്സ്, പിന്നെ എന്താണ്ട് ഈ കീ ചെയിൻ എല്ലാം ഇല്ലേ, കുഞ്ഞു പാവകളുടെ മോഡലിലുള്ള കീ ചെയിൻ ആയിരുന്നു. അതും അടിപൊളിയായിരുന്നു, അത്യാവശ്യം നല്ലതായിരുന്നു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഡ്രസ്സൊക്കെ ഇങ്ങനെ തയ്ച്ചിട്ടേക്കുന്ന പാവകൾ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു, അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഫ്ലവർ വേസ്, പിന്നെ ദാണ്ട് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പൂക്കളുണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ മാറ്റിയിട്ട് നമ്മൾ ഒറിജിനൽ പൂ ഇപ്പം വീട്ടുകളിൽ വെക്കുന്നതാണ് ഒന്നും കൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ചെറിയൊരു പോട്ട് വാങ്ങിച്ചിട്ട് നമ്മുടെ ഈ കലാത്തി മറ്റേ ഇതില്ലേ, അഗ്ലോണിമയൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് വീടിനകത്ത് വെച്ചാൽ അടിപൊളിയായിട്ട് കിളിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കണ്ടു. അതൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും വലിയ ക്വാളിറ്റി ഇല്ല. പിന്നെ ഇങ്ങോട്ട് വന്ന സമയത്ത് ഇങ്ങനെ അലിക്കുലത്ത് കുറേ സാധനങ്ങൾ കണ്ടു. അതൊക്കെ എന്താണെന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ഇതൊക്കെ ഇങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എന്ന് വേണ്ട, ഒരു വീട്ടിൽ എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് യൂസ് ആയിട്ടുണ്ടോ അതെല്ലാം അവിടെ ഉണ്ട്. എല്ലാം 200-ന് താഴെ റേറ്റേ ഉള്ളൂ, വളരെ ചീപ്പ് റേറ്റും ആണ് കേട്ടോ. അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഫുള്ള് കണ്ട് നടക്കാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്, ഇങ്ങനെ നോക്കി നടക്കാനായിട്ട്. അതുപോലെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പം പുതിയ വീഡിയോയുമായി ഞാൻ ഇനി എത്തുന്നതാണ്. എല്ലാവരും സുഖമായിരിക്കട്ടെ.